പരിശുദ്ധ ഇസ്ലാമിൽ കണ്ണുനീരിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ വിഷമിച്ചാലേ അള്ളാഹുവിന് ദയ തോന്നുകയുള്ളൂ എന്നതാണ് അടിസ്ഥാനം. അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും വിഷമം അനുഭവിക്കുന്നതായ മുഖഭാവവും ശബ്ദവും ഹൃദയവും അള്ളാഹുവിൽ പ്രകടിപ്പിക്കണം. അത് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഖുർആൻ ഓതുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നൽ ഖുർആന നസല ബിഹുസ്നിൻ. ഖുർആൻ ഹുസ്നിന്റെ ശൈലിയിലാണ്, ദുഃഖത്തിന്റെ ശൈലിയിലാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖ ശൈലിയിൽ ഖുർആൻ ഓതണം. ഇരിക്കുന്ന പെണ്ണ് എപ്പോഴും അല്ലാത്തവരും ഖുർആൻ പാരായണം ചെയ്യുമല്ലോ, ചെയ്യേണ്ടതാണ്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യണം. ഇപ്പോൾ നിങ്ങളെ ഏൽപ്പിച്ച ആ സൂറത്തിൽ തന്നെ ദിവസവും നമ്മൾ ഓതിയിരിക്കേണ്ടതായ സൂറത്തുകളെ കൊടുത്തിട്ടുണ്ട്. രാത്രിയും അതുപോലെ പകലും. പിന്നെ ഉറങ്ങാൻ നേരത്ത് നമ്മൾ കയ്യിൽ ഊതേണ്ട 3 സൂറത്തുകളാണ് ഇത് എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ദുഃഖത്തിന്റെ ശബ്ദത്തിലാകണമെന്നുള്ള പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണുനീരിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഐനാനിലാ തമസ്സുഹുമൻ നാർ. 2 കണ്ണുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം തൊടിയിക്കുകയില്ല എന്ന ഹദീസ് നമ്മൾ കേട്ടതാണല്ലോ മുമ്പ്. ഞാൻ ഈ ക്ലാസുകളോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ 2 കണ്ണുകളിൽ ഒന്ന് അള്ളാഹുവിന്റെ ദീനിൽ യുദ്ധം ചെയ്യുന്ന കാലയളവിൽ ഉറങ്ങാതെ ശത്രുക്കൾ വരുമോ എന്ന് നോക്കിപ്പാർക്കുന്ന കണ്ണാണ് എന്നും, മറ്റൊന്ന് ഐനൽ ബഖത്ത്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണാണ്. ആ 2 കണ്ണും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചിട്ടുണ്ട്. കണ്ണുനീരാണ് അള്ളാഹുവിന് വേണ്ടത്. അള്ളാഹുവിന്റെ ദുനിയാവിൽ കരയുന്നതായ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴാണ് അവനോട് കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നതും അരിവ് തോന്നുന്നതും അള്ളാഹു അവന് റഹ്മത്ത് ചെയ്യുന്നതും എന്ന് പറഞ്ഞ് നമ്മൾ കരയിക്കുന്ന അവസ്ഥ ലോകത്ത് ഉണ്ടാക്കണമെന്നല്ല. നമ്മളിപ്പോ അടുത്ത ആഴ്ചന്റെ വിഷയം ജൂൺ 2 നിങ്ങൾ വരുമ്പോൾ അവതരിപ്പിക്കുന്ന വിഷയം കൊടുത്തിട്ടുണ്ട്. തല്ലുന്ന ഉസ്താദല്ല, പിന്നെ തല്ലുന്ന ഉമ്മ. അപ്പൊ കണ്ണുനീര് നല്ല ഇഷ്ടമാണ്. എന്റെ മോനോട് അള്ളാഹുവിന് ഇഷ്ടം തോന്നട്ടെ എന്ന് പറഞ്ഞ് കരയിക്കൊന്നും വേണ്ട. എങ്ങനെയാണ് ശാസ്ത്രീയമായി കുട്ടികളുടെ മനസ്സിനെ കവരാനും അവരെ നന്നാക്കാനുള്ളതായ ടീച്ചിങ് കൊടുക്കുക എന്നതിനെ കുറിച്ച് പല ഉമ്മമാർക്കും അറിയില്ല. പ്രാകൃതരായ ഉമ്മമാര് എപ്പോഴും അടിക്കുന്നവരുണ്ട്. ഇല്ല, ഞാൻ അടിക്കൂല, തീരെ അടിക്കൂല, അങ്ങനെ അടിക്കാത്ത ഉമ്മമാരുണ്ട്. 2ഉം പറ്റുകയില്ല. അതിന്റെ രൂപങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് മതപരമായ പ്രമാണങ്ങളിലൂടെയും ശാസ്ത്രീയമായ ശൈലിയിൽ സൈക്കോളജിക്കലായിട്ടും നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അപ്പൊ കരയണം എന്ന് പറയുന്നത് കരയിക്കണമെന്നല്ല. ആ കരയുന്ന അവസ്ഥയുണ്ടായാൽ നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കല്ലാതെ ആഫിയത്തും സന്തോഷവും നൽകാൻ വേണ്ടി ദുആ ചെയ്യണം. അപ്പോഴാണല്ലോ നമ്മൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് വീണ്ടും വീണ്ടും കരച്ചിൽ കൂട്ടണേ അല്ല, മറിച്ച് എനിക്കിതിൽ നിന്ന് പുറത്തു നൽകണേ അല്ലാ അല്ലാ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ആ വിളിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം കൽപ്പിക്കുന്നു. അല്ലാതെ ദുഃഖമില്ലാത്ത ഒരു മനുഷ്യന്റെ വിളിക്ക് അത്ര വലിയ പ്രാധാന്യം ഉണ്ടാവുകയില്ല. എന്നതുകൊണ്ട് തന്നെ ഒരു വിധവയായ പെണ്ണ് കരയുമ്പോൾ അല്ലാഹുവിന് അവളോട് വല്ലാത്ത കാരുണ്യമുണ്ടാകും. അതുകൊണ്ടാണ് അവൾക്ക് സമാധാനമുണ്ടാക്കാൻ വേണ്ടി ഒരു തലാഖ് ചൊല്ലിയ ഭർത്താവ് ഇദ്ദയിരിക്കുന്ന പെണ്ണിന് കൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ്. വലിൽ മുത്തല്ലഖാതി മതാഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. വലിൽ മുത്തല്ലഖാതി തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങൾക്കുണ്ട് മതാഉൻ, ഒരു മുത്താത്ത് കൊടുക്കണം, സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും പാരിതോഷികം കൊടുക്കൽ. ഹഖ്ഖൻ അലൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അത് ഹഖ്ഖാണ്, നിർബന്ധമാണ്. എന്നതിന്റെ ഗ്രന്ഥത്തിൽ വുജൂബായിട്ടും അവന് കൊടുക്കണം മുത്താത്ത്. മുത്താത്ത് എന്ന് പറഞ്ഞാൽ ജീവനാംശം എന്ന് പറഞ്ഞ് പണ്ട് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അവൾ ജീവിക്കുന്ന കാലത്ത് മുഴുവൻ അവളുടെ ചെലവ്. അങ്ങനെയല്ല, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഭാര്യ എന്നാക്കിക്കൂടെ? തലാഖ് ചെല്ലണം. അപ്പൊ തലാഖ് ചെല്ലപ്പെട്ട പെണ്ണ് അവൾ ദുഃഖിക്കുമ്പോൾ അവൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കുക. എന്തെങ്കിലും എന്ന് പറയുന്നത് കിതാബിലുള്ളത് ഏകദേശം
ഒരു മഹറാകാൻ പറ്റിയതായ എന്തെങ്കിലും കൊടുക്കണം. കാരക്കന്റെ ഗുരുവോ വലിച്ചെറിയുന്ന എന്തെങ്കിലും പഴത്തിന്റെ തോലോ ആകരുത്, മറിച്ച് ഒരു പൈസയാകണം, ഒരു മുതലാകണം. അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിതാബിൽ പറയുന്ന മുത്തമ്മപ്പൊര്, അഥവാ ഒരു സമ്പാദ്യമായിട്ട് കരുതാൻ പറ്റിയതാകണം. അത് എത്ര ചെറുതായാലും ഓരോരുത്തരുടെയും ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, പറയാൻ സമയമില്ല. കഴിവുള്ളവർ അവരുടെ അവസ്ഥക്കനുസരിച്ച് കൊടുക്കണം. വാലൽ മുഖത്തിരി കതറുകു, കഴിവില്ലാത്ത ഫക്കീർ അവന്റെ അവസ്ഥ അനുസരിച്ച് കൊടുക്കണം. എന്തെങ്കിലും ഒരു പവണോ, അത് വലുതായിട്ടാ, അല്ലെങ്കിൽ ഒരു 1000 രൂപയോ, അല്ലെങ്കിൽ ഒരു ജോഡി വസ്ത്രമോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു ചാക്ക് അരിയോ, എന്തെങ്കിലും ഒരു സന്തോഷിപ്പിക്കുന്ന പാരിതോഷികം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞതിന്റെ ശേഷം, ഒരു ഭർത്താവ് യുദ്ധ കഴിഞ്ഞതിന്റെ ശേഷം കൊടുക്കണം. ഒലിൽ മുസല്ലഖാത്തി, സ്വലാത്ത് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങൾക്ക് നൽകൽ ഹഖാണ്. മതാവുൻ നല്ല നിലക്ക് എന്തെങ്കിലും അവർക്ക് പാരിതോഷികം കൊടുക്കണം. ഇത് പറഞ്ഞത് കണ്ണുനീരിങ്ങനെ തോരാതെ ഒലിപ്പിക്കണമെന്നല്ല, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു ഭർത്താവ് മരിച്ച പെണ്ണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ബാപ്പ മരിച്ച യതീമുകൾ, അവർക്ക് വേണ്ടി അധ്വാനിക്കുക ദീനിൽ വലിയ കൂലിയുള്ള സംഗതിയാണ്. ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മുസ്തഫൻ അലിയായ ബുഖാരി മുസ്ലിമിലുള്ള ഒരു ഹദീസ് സാന്ദർഭികമാണെന്ന് തോന്നുന്നത് കൊണ്ട് അതുകൂടി വായിക്കുകയാണ്. ഒരു വിധവക്ക് വേണ്ടി സഹായം നൽകുന്നവൻ. വിധവയായ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ, അവരോട് നമുക്ക് കുശുമ്പ് കൂടിയിട്ട് അവർ നല്ല വസ്ത്രം ധരിച്ചാലും കണ്ടോ ഭർത്താവ് വെച്ചിട്ടോ അവളുടെ ചെത്തി നടക്കലിന് ഒരു കുറവില്ലാതെ പറഞ്ഞ് അസൂയപ്പെടുകയല്ല വേണ്ടത്. അവളുടെ ദുഃഖങ്ങൾ അവൾ പ്രകടിപ്പിക്കാൻ നടക്കുന്നതിൽ നമുക്ക് സന്തോഷം വേണം. അവള് യുദ്ധ കഴിഞ്ഞതിന് ശേഷം സന്തോഷിക്കുന്നതിന് വിരോധമില്ല. സന്തോഷം കുറവുണ്ടെങ്കിൽ നമ്മൾ കുറവിനെ നികത്താൻ സഹായിക്കണം. അറിഞ്ഞിരത്തി ഒരു വിധവയുടെ മനോവിഷമങ്ങൾ, അവളുടെ വേദനകൾ, പ്രാരാബ്ദങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവൻ. അതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായം നൽകുന്നവൻ. അല്ലാഹുവിന്റെ ദീനിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിന്റെ കൂലി അർഹിക്കുന്നവനാണ്. ദീനിൽ ഒരു ജിഹാദാണ്, പോരാട്ടമാണ്, ധർമ്മ സമരത്തിന്റെ യുദ്ധത്തിന് പോകുന്നതിന്റെ കൂലിയാണ്. വേറെ ഹദീസില് കാണാം, എപ്പോഴും വിധവക്ക് ചെലവിന് കൊടുക്കുന്നയാൾ. നമ്മുടെ വീട്ടിലൊരു വിധവയുണ്ട്, നമ്മളെ പെങ്ങളായിരിക്കും ചിലപ്പോഴോ നമ്മളെ ഉമ്മ തന്നെ വിധവയാവില്ല ചിലപ്പോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അകന്നവര്, അവർക്ക് വീടില്ലാത്തവർ നമ്മുടെ വീടിലായിരിക്കും കഴിയുക. അപ്പൊ കഴിവിന്റെ പരമാവധി അവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെലവ് ചെയ്തു വരുന്നതായ വീട്ടുകാർ, നിങ്ങൾ എന്തിനാ ഭർത്താവിനോട് ചില പെണ്ണുങ്ങൾ ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഓളെ ചെലവ് കൊടുക്കുന്നത്, ഓളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കിട്ടാണ് നമ്മൾ കളിക്കേണ്ടത് എന്ന് ചില വിശിഷ്ടികളായ ഉമ്മമാര് പറയുന്നെങ്കിൽ അവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിനെ അവള് ഒരു നല്ല റഹ്മത്തായി മനസ്സിലാക്കണം. അവൾക്ക് സഹായിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു നൽകുന്ന കൂലി യുദ്ധത്തിൽ ഒരു മനുഷ്യൻ പങ്കെടുത്താലുള്ള കൂലി എന്ന് മാത്രമല്ല, നിസ്കരിക്കാത്ത, രാത്രി നിസ്കരിക്കാത്ത, ഉറങ്ങുന്ന പെണ്ണുങ്ങളായിരിക്കും. പറലയിച്ച് സുന്നത്തൊന്നും എടുക്കാത്ത ആളായാലും തളരാതെ നിസ്കരിക്കുന്നവന്റെ കൂലി അവന് കിട്ടിക്കൊണ്ടേയിരിക്കും. ആഖിറത്തിൽ പോയി അവൻ നോക്കുമ്പോ നിസ്കരിക്കാതെ തന്നെ നിസ്കരിച്ച കൂലി. ഒക്കെ സ്വാധീനരായത്തുറു, മുറിക്കാതെ ദൈനംദിനം നോമ്പനുഷ്ഠിച്ചവന്റെ കൂലി. ആർക്ക്? ഒരു വിധവക്കോ ഒരു പാവപ്പെട്ടവനോ സഹായിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അല്ലാഹു നൽകുന്നു എങ്കിൽ വിധവയുടെ, പാവപ്പെട്ടവരുടെ കണ്ണീര് തോർത്താൻ നമുക്ക് കഴിയണം. അതിന് വേറെ പ്രതിഫലമുണ്ട്. അതേസമയം ആ വിഷമിക്കുന്നവൻ കരുതേണ്ടത്, എനിക്കല്ലാഹു സ്നേഹം നൽകിയതാണ് ഇത്, എനിക്കല്ലാഹു സുബ്ഹാനഹു വ തആല ദുരന്തം നൽകിയത് അല്ലാഹു എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്. അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് ഈ വിഷയവുമായി വളരെയധികം ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മമാരെ ശരിക്ക് ശ്രദ്ധിക്കുക. ഒരു വിഷയം എടുത്താൽ അതിന്റെ എല്ലാ ഭാഗങ്ങൾ, അല്ലെങ്കിൽ പ്രധാനമായ ഭാഗങ്ങളെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലേ നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇരുന്ന സമയം കളഞ്ഞതിന് പ്രതിഫലം കിട്ടുകയുള്ളൂ, ഗുണം കിട്ടുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഹബീബ് പറയുന്നു, അന വംറഅത്തുൻ സുഫഅഉൽ ഖത്തൈർ, ഞാനും
ഒരു മുഖം വിളറിപ്പോയ പെണ്ണും സ്വർഗത്തിൽ ഖിയാമ ദിവസത്തിൽ ഇതുപോലെയാണ് എന്ന് പറഞ്ഞ് 2 വിരലുകളെ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് കാണിക്കുകയാണ്. 2 വിരൽ, ചൂണ്ടുവിരലും വലിയ ചൂണ്ടുവിരലും അതുപോലെ തള്ളവിരൽ അടുപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെയാണ് ഞാനും ഒരു മുഖം വിളറിയ പെണ്ണ് എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണം കൊടുക്കുന്നത് വിഷമങ്ങൾ സഹിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ നോക്കാൻ ആളില്ലാതെ താൻ തന്നെ കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് അവൾക്ക് സുഖമെന്തെന്ന് അറിഞ്ഞിട്ടില്ല. മുഖമൊക്കെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് മുഖമൊക്കെ കരിവാളിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ കവിളൊക്കെ കറുത്തിട്ട് കവിളൊക്കെ ഒട്ടിയിട്ട് സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി തന്റെ വീട്ടിലുള്ളതായ തന്റെ പുന്നാര മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, തന്റെ ശേഷം മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാത്ത വിധവയായ പെണ്ണ്, മുഖം വിളറി മുഖം കരിവാളിച്ച ആ പാവപ്പെട്ട പെണ്ണ്, അവളും ഞാനും സ്വർഗത്തിൽ ഇതുപോലെയാണ്, ഖിയാമത്ത് നാളിൽ ഇങ്ങനെ ഏറ്റവും ബന്ധമുള്ളവരാണ് എന്ന് ഹബീബ് പഠിപ്പിച്ചിട്ട് പിന്നെ പറയുന്നു, ഭർത്താവിനെ തൊട്ട് വിധവയായ പെണ്ണ്, മൻസിബിൻ, അതുപോലെ നല്ല തറവാടുള്ളവളാണ്, ജമാലിൻ ഭംഗിയുള്ളവളാണ്. പക്ഷേ തന്റെ മക്കൾക്ക് വേണ്ടി യത്തീമുകളാണ്. ഭർത്താവ് മരിച്ച് വിധവയായി കഴിഞ്ഞാൽ പിന്നെ മക്കൾ യത്തീമാണല്ലോ. തന്റെ യത്തീം മക്കൾക്ക് വേണ്ടി തനിക്ക് സൗന്ദര്യമുണ്ടായിട്ടും തനിക്ക് നല്ല കുടുംബ മഹിമയുണ്ടായിട്ടും തന്നെ കെട്ടാൻ ആളുകൾ എത്ര ഉണ്ടായിട്ടും തന്റെ മക്കൾക്ക് വേണ്ടി ഇനിയൊരു കല്യാണം വേണ്ടെന്ന് മനസ്സിലാക്കി യതീമുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പുന്നാര മക്കൾക്ക് വേണ്ടി ഇനി വേറൊരാൾ വന്നാൽ എന്റെ മക്കളെ നോക്കുവോ, ഒരു വയ്യാവേലി ഉണ്ടാക്കി വെക്കുന്ന വഴിയായി മാറുമോ, തന്റെ മക്കൾ വഴിയാധാരമായി പോകുമോ എന്ന് പേടിച്ച് മക്കൾക്ക് വേണ്ടി അവൾ കല്യാണം ഉപേക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞെങ്കിൽ അവളും ഞാനും ആഖിറത്തിൽ ഇതുപോലെയാണെന്ന് പറഞ്ഞ് 2 വിരലുകൾ അടുപ്പിച്ച് കുടിച്ചു കാണിച്ചിട്ട് നബിതങ്ങൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എങ്കിൽ കണ്ണുനീരിൽ കഴിയുന്ന വിധവകളായ ഉമ്മമാരുടെ കണ്ണുനീരാണ് അള്ളാഹുവിന് വേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ നോട്ടം കിട്ടുന്നത് അങ്ങനെയുള്ള ആളുകൾക്കാണ്. ഏതുവരെ ഹത്താ ബാനു ഔ മാതു, ആ പെണ്ണ് കല്യാണം കഴിക്കുന്നില്ല, ഒന്നിരിക്കൽ ഈ മക്കൾ വലിയ ചെറുപ്പക്കാരികളായി മാറുന്നത് വരെ, അല്ലെങ്കിൽ ഔ മാതു, മക്കൾ മരിക്കുന്നത് വരെ. ഒന്നുകിൽ മക്കൾ ഇടയ്ക്ക് വെച്ച് ഭർത്താവ് മരിച്ചതുപോലെ മക്കളും മരിച്ചു, അതുവരെ അവൾ വേറെ കല്യാണം കഴിക്കില്ല. എന്നാൽ ഈ വലിയ പ്രതിഫലം അർഹിക്കുകയാണ്. മക്കൾ മരിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷമാണ്. നമ്മുടെ ഈ ക്ലാസുമായി ബന്ധപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് തന്നെ എനിക്ക് സംസാരിച്ചപ്പോൾ ഫോണിൽ പറഞ്ഞു, വലിയ വിഷമമുണ്ട്, അല്ലാതെ എന്റെ ഒരു മകള് ചെറിയ കുഞ്ഞായിരിക്കെ മരിച്ചു പോയിട്ടുണ്ട് എന്ന്. നമ്മുടെ മക്കൾ മരിച്ചത് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഉമ്മവാപ്പാന്മാര് മരണം നമുക്ക് വലിയ മനസ്സിന് ആഘാതം സൃഷ്ടിക്കാറുണ്ട്. ഈ വിഷമങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഖിറത്തിൽ കൂലി നൽകാനാണെന്ന് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള് 4 ആൺമക്കളും മരിച്ചു പോയില്ലേ ഗർഭത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു പെണ്ണുങ്ങൾ. ഒരിക്കലും പെണ്ണുങ്ങളുടെ ഒരു പ്രതിനിധി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ക്ലാസ് ഒക്കെ ആണുങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്, ഞങ്ങൾക്കൊന്നും ക്ലാസ് കിട്ടുന്നില്ല. ഒരു ദിവസം ഞങ്ങൾക്ക് ക്ലാസ് വെക്കണം. നമ്മളിപ്പോ നമ്മളെ അതിലുള്ള ഉമ്മമാർക്കോ അല്ലാത്തവർക്കും ഒക്കെ വേണ്ടി ഒരു ക്ലാസ് വെച്ചതുപോലെ ഒരു ക്ലാസ് വെക്കണം എന്ന് പെണ്ണുങ്ങളുടെ ഒരു പ്രതിനിധി പോയി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് വെച്ചിട്ട് അന്ന് പറഞ്ഞ വിഷയം വിൽക്കാനുണ്ടോ കണ്ണുനീർ എന്ന രൂപത്തിലുള്ള വിഷയമാണ്. എന്താണ്? വിഷമിക്കുന്നവരുണ്ടോ? നിങ്ങൾ വേദനിക്കണ്ട, നിങ്ങളെ കണ്ണുനീരിന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രാധാന്യമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് അന്ന് പ്രസംഗിച്ചത്, ഏതെങ്കിലും ഒരു പെണ്ണ് സുഖത്തിമു തലാഖ് തമ്മിലൗലാദ് 3 മക്കളെ ആഖിറത്തിലേക്ക് വിട്ടിട്ടുണ്ടോ? അവർക്ക് നരകത്തിനെ തൊട്ട് ആ മക്കൾ കാവലാണ്, ഒരു മറയാണ്. ഖാല റസൂലുള്ളാഹി
ഞങ്ങൾ അന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത്, അതിൽ കുറെ മക്കൾ മരിച്ച ഉമ്മമാരുണ്ടായിട്ടുണ്ടാവാം. അന്ന് പറഞ്ഞു 3 മക്കൾ. വേറെ ഹദീസിൽ കാണാനില്ല, യബുലുൽ ഹിൻസ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ആ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് ഉമ്മാനെ നോക്കി തിരിച്ചിട്ട് വ്യക്തമായ വാക്കുകൾ പോലും പറയാത്ത ആ ചെറിയ നിഷ്കളങ്കരായ ആ കുട്ടി, ആ കിടാവ് മരിച്ചുപോയാലുള്ള വിഷമം നമുക്ക് സഹിക്കാൻ പറ്റുമോ? ആ വിഷമം അനുഭവിക്കുന്ന ഉമ്മമാരോട് പറയാണ്, ഒരു പ്രായപൂർത്തിയാകാത്തൊരു 3 മക്കൾ മരിച്ചുപോയാൽ അയാൾക്ക് നരകത്തിൽ നിന്നും ആ പെണ്ണിന് മോചനമാണ്. അപ്പൊ ഒരു പെണ്ണുങ്ങൾ ചോദിച്ചു, വസ്ലൈനി നബിയെ, എന്റെ 2 മക്കളാണ് മരിച്ചത്. എന്നാ 2 മക്കൾ, 2 മക്കൾ മരിച്ചവർക്കും നരകത്തിൽ നിന്ന് മോചനം. വേറൊരു ഹദീസിലുണ്ട്, അപ്പൊ ഒരു മകൾ മരിച്ചാലോ? ഒരു മകൾ മരിച്ചാലും നിനക്ക് അത് ആഖിറത്തിൽ ഉപകാരമാണ്. ആ കുട്ടി കാരണമായി, ആ കുഞ്ഞ് കാരണമായി നിനക്ക് നരകത്തിൽ നിന്ന് മോചനമാണ്. ഏതുവരെ ആ ഉമ്മയെങ്ങാനും ഉപ്പയെങ്ങാനും നരകത്തിന്റെ സ്വപ്പിലാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ശാഠ്യം പിടിക്കും കുട്ടികൾ ശാഠ്യം പിടിച്ചാൽ പിന്നെ പോക്കന്നെ. അമ്പിളി അമ്മാവനെ കിട്ടണമെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്തെ വീട്ടിലെ അമ്പിളിന്റെ അമ്മാവനെ കൊടുത്താലൊന്നും മതിയാവില്ല. അമ്പിളി അമ്മാവനെ എന്നെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും. അതുപോലെ വാശി പിടിക്കും, എനിക്ക് എന്റെ ഉമ്മ ഇല്ലാതെ സ്വർഗം എനിക്ക് വേണ്ട, എന്റെ ഉപ്പ ഇല്ലാതെ സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വല്ലാത്ത ഒറ്റപ്പാ. മലക്കുകൾക്കൊക്കെ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കൂല. സ്വർഗക്കാർക്കൊക്കെ ഒരു വിഷമാവൂലേ? കുട്ടികളിങ്ങനെ ആർത്ത് കരയുമ്പോൾ, ബസ്സിലൊക്കെ കരയും, നമുക്ക് വിഷമാവൂലേ? ചിന്തിച്ചു നോക്ക്. ആ ഉമ്മയെയും ഉപ്പയെയും ചോദിച്ചാ മരിച്ചുപോയ കുട്ടി വിലപിക്കുമ്പോ അർഹമുർ-റഹീമായ അല്ലാഹു ആ ഉമ്മയെ കൊടുക്കുകയാണ്. ഉമ്മയോളം വേറൊന്ന് സ്വർഗത്തിൽ അവർക്ക് കിട്ടാൻ വേറൊന്നുണ്ടോ? ഉമ്മയില്ലാത്ത എന്ത് സ്വർഗം? കുട്ടികൾ പറയുമ്പോൾ ഉമ്മയെ കൊടുക്കുകയാണ്. അവൾ ദോഷിയാണെങ്കിലും സ്വർഗം ആ കുട്ടി കാരണമായി കൊടുക്കുകയാണ്. ഇദാ മാത വലദുൽ അബ്ദി, ഒരു മനുഷ്യന്റെ കുട്ടി മരിച്ചാൽ അവൻ കണ്ണുനീരൊലിക്കുമല്ലോ. ആ സമയത്ത് മലക്കുകൾ പോയി അള്ളാഹിനോട് പറയും, കബൗത്തും സമറത്ത സ്വാദിഹി, അയാളുടെ കരളിന്റെ കഷ്ടത്തിനെയല്ലേ നീ പിടിച്ചത് റബ്ബേ എന്ന് അള്ളാഹു മലക്കുകളോട് ഇങ്ങോട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ അയാളുടെ കൽബിന്റെ സമറത്ത്, പൂവിനെയല്ലേ നിങ്ങൾ പിടിച്ചത് എന്ന് പറയുമ്പോ അവര് പറയും, അതേ റബ്ബേ, അവരുടെ കരളിന്റെ കഷ്ണത്തെയാണ് ഞങ്ങൾ പിടിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ അള്ളാഹു ചോദിക്കും, എന്താണ് സമാധാ കാല അബദി, ആ മരിച്ചപ്പോ എന്റെ അടിമ എന്താണ് ഇവിടെ പറഞ്ഞത്? എന്റെ മോൻ പോയി എന്നല്ല, മറിച്ച് അൽഹംദുലില്ലാഹ് വസ്തർജഅ, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്തു. കുട്ടി മരിച്ചാൽ അങ്ങനെയാ പറയേണ്ടത്. എങ്ങനെ? ആദ്യം അൽഹംദുലില്ലാഹ് പറയണം, മരിച്ചാൽ അൽഹംദുലില്ലാഹ് പറയാം. അതാണ് പറഞ്ഞത്. കണ്ണുനീര് അള്ളാഹ്ക്ക് കൊടുക്കാൻ കഴിയണം. നിക്കാനുണ്ടോ കണ്ണുനീര്? നിക്കാനുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കിട്ടുന്ന എന്താ? സ്വർഗ്ഗമാണ്. സ്വർഗം മേടിക്കാൻ കണ്ണുനീര് ദുനിയാവിൽ കൊടുക്കാൻ തയ്യാറല്ലേ നമ്മൾ? തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. ഒരു കുട്ടി മരിച്ചാൽ ഉടനെ അൽഹംദുലില്ലാഹ്, എനിക്ക് ആഖിറത്തിലേക്ക് ഞാൻ കൊടുത്തതാണ്. ആദ്യം അൽഹംദുലില്ലാഹ് പറഞ്ഞു റബ്ബേ, എന്നിട്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറയുമ്പോ അല്ലാഹ് മലക്കുകളോട് പറയുന്നു, ഇബ്നൂലി അബ്ദി, എന്റെ അടിമക്ക് വേണ്ടി നിങ്ങൾ പണിത് വെക്കുക, ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് പണിയുക, വസമ്മൂഹു ബൈതൽ ഹംദി, അതിന് ഹംദിന്റെ വീട് എന്ന് പറയും. അതിന്റെ ആ വീടിന് നിങ്ങൾ ബോർഡ് വെക്കേണ്ടത് ബൈത്തുൽ ഹംദ്, തുതിയുടെ വീട്, ഹൗസ് ഓഫ് ഹംദ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് പേര് വെക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കപ്പെട്ട നബി തങ്ങൾ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിൽ ഒരു മനുഷ്യന് ദുഃഖമുണ്ടാകുന്നത്, ദുനിയാവിൽ വിഷമങ്ങൾ ഉണ്ടാകുന്നത് ആഖിറത്തിന് ഉപകാരമാണ് കേട്ടോ. ഞാൻ പ്രസംഗം ചുരുക്കുകയാണ്. ഒരുപാട് നേരമായി നമ്മൾ ഇവിടെ ഇരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധിപ്പിച്ച ഏതാനും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എങ്കിലും ഇത് മനസ്സിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു ചരിത്രം ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നു, അല്ലയോ മൂസാ നബിയേ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് വരാത്ത പെണ്ണുങ്ങളോടക്കം പറയാൻ പറ്റിയ ചരിത്രമാണ്. അപ്പൊ കേൾക്കണം, ഫുള്ള് കേൾക്കാതെ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയാ? ശ്രദ്ധിക്കാം.
എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? മൂസാ നബി ചോദിച്ചു. അത് പറയൂല. ഒരാഗ്രഹമുണ്ട്, ഞാൻ പറയൂല. അങ്ങനെ ഉണ്ടല്ലോ, ഒരാഗ്രഹം നിറവേറാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ്, എന്തെന്നില്ല, അത് നിങ്ങളെ മനസ്സിലുണ്ട്, പറയൂല. ഓക്കെ, ഞാൻ ദുആ ചെയ്യാം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ കലീമല്ലേ, അള്ളാഹിനോട് എപ്പോഴും കോളില് സംസാരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും അള്ളാഹുമായിട്ട് സംസാരമാണ്, എപ്പോഴും എൻഗേജ് ആണ് ഈ മൂസാ നബി. കലീമുള്ള, അള്ളാഹുവിനോട് സംസാരിക്കുന്ന വ്യക്തി. അള്ളാഹിന്റെ നമ്പർ ആർക്കേ കിട്ടിയിട്ടുള്ളൂ? മൂസാ നബി അലൈഹിസ്സലാമിന്. അങ്ങനെയുള്ള ഏറ്റവും ബന്ധമുള്ള ആള് നമ്പർ, മനസ്സിലായില്ലേ? മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. അത്രയും ബന്ധമുള്ള മൂസാ നബി ദുആ ചെയ്യുമ്പോഴേക്ക് അള്ളാഹു ദുആ സ്വീകരിക്കാതിരിക്കോ? പറയും, ദുആ സ്വീകരിക്കും. ആ ദുആ സ്വീകരിക്കപ്പെട്ട ആത്മനിർവൃതിയോടെ തിരിച്ചുപോയ മനുഷ്യൻ. ദിവസങ്ങൾ കഴിഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അതാ വഴിയരികിൽ ഒരാൾക്കൂട്ടം. എല്ലാവരും അങ്ങോട്ട് ചെന്നു. ആരാണ് അവിടെ മരിച്ചു കിടക്കുന്നത്? ആരോ മരിച്ചിട്ട് ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണെന്ന് മനസ്സിലായി. ചെന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഏതോ വന്യജീവികൾ കടിച്ചു മുറിച്ച് കൈകാലുകൾ വികൃതമാക്കി മുഖം ആരുടേതെന്ന് പോലും തിരിച്ചറിയപ്പെടാത്ത രൂപത്തിൽ മരിച്ചു കിടക്കുന്നു ഒരാൾ. സൂക്ഷ്മം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മൂസാ നബി ഞെട്ടിത്തരിച്ചുപോയി. നാഥാ, എന്റെ ദുആ നീ ഖബൂൽ ചെയ്തിട്ടില്ലേ അല്ലാഹ്? എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു പോയ എന്റെ സ്വഹാബിയാണല്ലോ ഈ മരിച്ചു കിടക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് മൂസാ നബിയുടെ മുമ്പിൽ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പ്രാർത്ഥന യാചിച്ചു വന്ന സ്വഹാബിയാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത്. എന്താണ് റബ്ബേ ഈ കാണുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാഹ് പറയുന്നു, അള്ളാഹുവിന്റെ മറുപടി അപ്പൊ തന്നെയല്ലേ, കരീമാണല്ലോ മൂസാ നബി. യാ മൂസാ, ഓ മൂസാ നബിയെ, ഇത് നീ ദുആ ചെയ്തതിന്റെ ഇജാബത്താണ് കേട്ടോ. നീ ദുആ ചെയ്തതിന് ഞാൻ തന്ന ഉത്തരമാണ് കേട്ടോ. നോക്ക്, എന്താണ് ഇയാൾ ദുആ ചെയ്തത്? ഇങ്ങനെ ഭീകരമായ ഒരു അന്ത്യം വരുത്തുന്നതിന് വേണ്ടി ദുആ ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയുന്നു, അല്ല. ഇയാളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടണമെന്നായിരുന്നു. സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടാൻ ചോദിച്ചത് മൂസ നീയാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചിട്ട് നൽകാതിരിക്കാനൊക്കില്ലല്ലോ. പക്ഷേ സ്വർഗം നൽകാൻ ഇയാളിലേക്കൊന്ന് നോക്കുമ്പോ ഇയാൾക്ക് അതിന് മാത്രം അമലില്ല. പക്ഷേ സ്വർഗം കൊടുത്തേ പറ്റൂ. മൂസാ നബിയാണ് ദുആ ചെയ്തത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അള്ളാഹ് പറയുകയാണ്, ഇയാൾക്ക് സ്വർഗത്തിൽ ഉന്നത പദവി കിട്ടാൻ പാകത്തിലുള്ള ഒരു ദുരന്തം, ഒരു പരീക്ഷണം, ഒരു ദുഃഖം, ഒരു കണ്ണുനീർ ദുനിയാവിൽ ഞാൻ അവനിൽ നിന്നും മേടിക്കുകയാണ്. അവന് ഞാനൊരു ദുരന്തം നൽകുകയാണ്. അതാണ് ഈ കാണുന്നത് മൂസാ. ഇയാളെ ഭീകരമായ ഒരു മരണം കൊടുത്തുകൊണ്ട് ആർക്കും വേദന ഉണ്ടാക്കുന്ന വേദനാജനകമായ ഹൃദയഭേദകമായ ഒരു മരണം ഇയാൾക്ക് ഞാൻ നൽകിയിട്ട് പകരം നൽകാനിരിക്കുന്നത് ഇയാളുടെ ആഗ്രഹം പോലെ സ്വർഗത്തിലുള്ള ഉന്നത പദവിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മൂസാ നബിയെ തൊട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ ഏടുകളിലൊക്കെയുള്ളത് ഒരു മനുഷ്യൻ ക്ഷമിച്ചാൽ അവന് ആഖിറത്തിൽ വലിയ പ്രതിഫലമാണ്. ക്ഷമിച്ചില്ലെങ്കിലോ അള്ളാഹ്ക്കൊന്നും വരാനില്ല, കുറ്റം അവന് തന്നെയാണ്. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ ആറാമത്തെ വിശ്വാസമായ ഖദർ കൊണ്ടുള്ള വിശ്വാസത്തിൽ അവന് കുറവ് വന്നു. അള്ളാഹുവിനോട് അവൻ ഇഷ്ടം തോന്നാതെ അള്ളാഹുവിനെ അവൻ പഴിച്ചു, അതിന്റെ തെറ്റ്. മറ്റൊന്ന്, ക്ഷമിക്കാത്തത് കൊണ്ട് കൂലിയുമില്ല. അതുകൊണ്ട് അവന്റെ നഷ്ടപ്പെട്ടതോടൊപ്പം അവന്റെ ദുരന്തം അവൻ അനുഭവിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോടുള്ള ഇഷ്ടക്കേട്, അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസത്തിന്റെ കുറവ്, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന കൂലിയുടെ നഷ്ടം, ഇതൊക്കെ കൂടി അനുഭവിക്കേണ്ടി വരുന്നത് കൊണ്ടല്ലേ അമ്പിയാക്കൾക്ക് 100 ഏട് കൊടുത്ത ചില ഏടുകളിൽ പറയുന്നത്, യബ്ന ആദം, ഓ മനുഷ്യ, മല്ലം യർള ബിഖളാഇ, എന്റെ ഖദർ കൊണ്ട് അവന് വിധിച്ചു കൊടുത്ത ദുരന്തം കൊണ്ട് അവൻ തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ വലം യസ്ബിർ അലാ ബലാഇ, ഞാൻ അവനിക്ക് നൽകിയ ബലാ കൊണ്ട്
അവൻ ക്ഷമിക്കുന്നില്ല എങ്കിൽ വലം യസ്കുർ അലാ നഅമായി, അവൻ ഇനി ഒരുപാട് നിഅമത്തും സന്തോഷമാണ് കൊടുത്തത്, അപ്പോൾ അവൻ നന്ദി ചെയ്യുന്നില്ല എങ്കിൽ ഫൽയഖ്റുജു മിൻ തഹ്തി സമാഇ, എന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ നിന്ന് അവൻ പോകണം. എന്റെ തീരുമാനത്തിന് അവൻ വഴങ്ങുന്നില്ലെങ്കിൽ എന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ നിന്ന് അവൻ പോകണം. ഫല്യത്തുലുബു റബ്ബൻ സിവായി, ഞാനല്ലാത്ത ഒരു റബ്ബിനെ അവൻ തേടിപ്പോകണം. അത് പറ്റുമോ? ഇല്ല. അള്ളാന്റെ ആകാശത്തിന്റെ കീഴില, അള്ളാന്റെ അധികാരത്തില, അള്ളാന്റെ അടിമകളായിട്ടാ നമ്മളുള്ളതെങ്കിൽ ഉടമസ്ഥന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യണം. അള്ളാന്റെ ഭാഗത്തുനിന്ന് കൂലിയാണ് അതിലൂടെ കിട്ടുക. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത് അൽ ഫഖ്റു, ബഹുമാനപ്പെട്ട അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന വേറൊരു ഹദീസ് അള്ളാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ്, അൽ ഫഖ്റു സിജ്നി, ഫഖീർ തരം എന്ന് പറയുന്നത് തിന്നാനും കുടിക്കാനും ഇല്ലാത്ത അവസ്ഥ, അത് ഞാൻ കൊടുക്കുന്നത് സിജ്നി, എന്റെ ജയിലാണ്. വൽ മറളു ഖൈദി, ഒരാൾക്ക് ഞാൻ രോഗം കൊടുക്കുന്നത്, ഞാൻ അവൻ അറസ്റ്റ് ചെയ്തിട്ട് ചങ്ങലക്കിടലാണത്. അഹ്ബിസു ബിദാലിക, ഇങ്ങനെ ഞാൻ ജയിലിലിട്ടുകൊണ്ട് ഞാൻ കൂട്ടിപ്പിടിച്ച് എന്റെ അടുത്ത് തന്നെ അവൻ നിൽക്കണമെന്ന് പറഞ്ഞവരെ ബന്ദ് ചെയ്യുന്നത്. ബിദാലിക, ഇതുകൊണ്ട് ഞാൻ ബന്ദ് ചെയ്യുന്നത്. മൻ അഹ്ബബ്തു മിൻ ഇബാദി, എന്റെ അടിമകളിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നവരെയാണ് ഞാൻ തങ്ങനക്കിടാറുള്ളത്. മാത്രമല്ല ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ സബ്ബ അലൈഹിൽ ബലാഉ സബ്ബ, ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ധാരാളം ബലാഉകൾ അവൻ അല്ലാഹു ചൊരിച്ചു കൊടുക്കും. വസഹഹു അലൈഹി സഹ, അവന് കേമാരി പോലെ ദുരന്തങ്ങൾ കൊടുക്കും. നോക്ക്, കണ്ണുനീരിന് അള്ളാഹു കൊടുക്കുന്ന വില. അങ്ങനെ അവൻ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ പറയും സൗത്തും മഅറൂഫുൻ, എന്തോ ഒരു നല്ല ശബ്ദമാണ്, അല്ലാഹ് അല്ലാഹ് എന്ന്. പാതിരാത്രിയിലൊക്കെ വേദന സഹിച്ചുകൊണ്ട് കരയുന്ന മനുഷ്യനെ കേട്ടിട്ട് അള്ളാഹുവിനോട് പറയും എന്ത് നല്ല ശബ്ദമാണ് റബ്ബേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയും യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്നാലിന്ന മനുഷ്യൻ എത്ര കാലമായി നിന്നെ വിളിക്കുന്നു വേദന സഹിച്ചുകൊണ്ട്. അവന്റെ ആഗ്രഹം നീ നിറവേറ്റി എന്ന് പറയുമ്പോ അള്ള പറയും എന്റെ അടിമകളുടെ കാര്യം നിങ്ങൾ വിട്, നിങ്ങളൊന്നും എന്നോട് പറയാൻ വരണ്ട, എനിക്കറിയാം ഇന്ന ആള് വിഷമിക്കുന്നു എന്ന്. എന്റെ അടിമയുടെ കാര്യം നിങ്ങൾ വിട്ടേക്കുക. ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അൻ അസ്മഅ സൗതഹു, അവന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് മലക്കുകളെ. അള്ളാഹു പറയുകയാണ് വൈദാ ഖാല യാ റബ്ബി, യാ റബ്ബി എന്നവൻ പറയുമ്പോൾ അള്ളാഹു പറയും ലബ്ബൈക വസഅദൈക, എന്താ മോനെ വിളിച്ചത് എന്ന് സന്തോഷത്തോടെ അള്ളാഹു അവന് ഉത്തരം കൊടുക്കും. എന്നിട്ട് അള്ളാഹു അവന് കൊടുക്കുന്നത് ഒന്നുകിൽ ദുനിയാവിൽ തന്നെ അവന്റെ ചോദിച്ച ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കും. നോക്ക്, ദുആക്ക് ഇജാബത്ത് 3 വിധമാണ്. ഒന്നുകിൽ ദുനിയാവിൽ തന്നെ കൊടുക്കും. ഇനി ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണ്ട. ഒന്നിരിക്കൽ അതിന്റെ ചോദിച്ച ആ കാര്യത്തെക്കാൾ ഏറ്റവും നല്ലത് വേറെ ഭാഗത്തിലൂടെ കൊടുക്കും. ഒരാൾ ഗൾഫിലേക്ക് പോകാനുള്ള വിസ ശരിയാകാനാ ചോദിച്ചത്, അള്ളാഹു അത് കൊടുത്തില്ല. അവര് ദുനിയാവിൽ തന്നെ ഒരു ബിസിനസ്, അവരുടെ നാട്ടിൽ തന്നെ ഒരു ബിസിനസ് കൊടുത്തിട്ട് വലിയ മുതലാളിയാക്കാൻ അള്ളാഹു വഴിയുണ്ടാക്കും. ചോദിച്ചാൽ ചോദിച്ചതല്ല, ചിലപ്പോൾ ചോദിച്ചത് തന്നെ തരും, ചിലപ്പോൾ ചോദിച്ചതിനേക്കാളും നല്ലത് വേറെ ഭാഗത്തിലൂടെ തരും. ഒന്നിരിക്കൽ അവൻ ചോദിച്ചതിന്റെ കാരണം കൊണ്ട് ചോദിച്ചത് കൊടുക്കാതെ വേറൊരു ദുരന്തം അവന് വരുന്നതിന് അള്ളാഹു തടുത്തു ദൂരത്താക്കും, ആപത്തിന് അവൻ തടുത്തു ദൂരത്താക്കും. ഇങ്ങനെ 3 വിധത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാറുള്ളത്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മഹാന്മാരായ ആളുകളൊക്കെ വിഷമം വരുമ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്തത്. വീട്ടിൽ പട്ടിണിയാകുമ്പോൾ എന്നെ റബ്ബ് ഇഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഈ ഹദീസുകളുടെ അർത്ഥങ്ങളെയാണ് അവർ ചിന്തിക്കാറുള്ളത്. എന്ന് പറയുന്നു, ഇലാഹി അജഅൽതനീ വഅജഅൽത ഇലാഹി, റബ്ബേ നീ എനിക്ക് വിശപ്പ് തന്നു, എന്റെ മക്കളെ നീ പട്ടിണിക്കിട്ടു. എനിക്ക് ശരിയായ നിലക്ക് വസ്ത്രം വാങ്ങാനുള്ള വക നീ തന്നില്ല, എന്റെ മക്കൾക്കും നല്ല വസ്ത്രമില്ല.
ഇത് നീ ഇഷ്ടപ്പെട്ട പ്രത്യേക അടിമകൾക്ക് കൊടുക്കുന്ന മഹത്വമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, എന്ത് സൽക്കർമ്മമാണ് നീ എനിക്ക് പൗര് തരാൻ ഞാൻ ചെയ്തിട്ടുള്ളത്? എന്നെ എന്തിനാ നീ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ എന്ത് മഹത്വമാ അറിയിക്കുന്നത്? ഞാൻ എന്ത് നല്ല കർമ്മമാ ഇത് തരാൻ ഞാൻ ചെയ്തിരിക്കുന്നത്? അള്ളാഹ് ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹ് സ്നേഹിക്കും, സ്നേഹിച്ചാൽ പരീക്ഷണങ്ങൾ നൽകുമെന്നർത്ഥം. മഹാൻ ചോദിക്കുന്നു, ഞാൻ എന്ത് സൽക്കർമ്മമാ നീ എന്നെ പരീക്ഷിക്കാൻ ചെയ്തിരിക്കുന്നത്? സന്തോഷത്തോടെയുള്ള ചോദ്യമാണ്. അത്താവു സലമി തങ്ങൾ പറഞ്ഞതെന്താ? യാ റബ്ബി ഇല്ലം തുത്ഇമിനി സലാസത അയ്യാമിൻ ആഖറ, 3 ദിവസമായി എനിക്ക് ഒരു പിടി ഭക്ഷണം കിട്ടിയിട്ട് ഇത് എനിക്ക് സന്തോഷമാണ്. ഇനി നീ ഒരു 3 ദിവസം കൂടി എന്നെ പട്ടിണിക്കിടുകയാണെങ്കിൽ ഇതിന്റെ പേരിൽ ഞാൻ 1000 റക്അത്ത് നന്ദി സൂചകമായി നിസ്കരിക്കും റബ്ബേ. അവരുടെയൊക്കെ ചിന്ത നോക്കണം സഹോദരിമാരെ. അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുന്ന മനുഷ്യന് നന്മ വന്നാൽ സ്തുതിക്കുന്നു, നമുക്ക് സന്തോഷം വരുമ്പോൾ സ്തുതിക്കുന്നു, അതിന് കൂലിയാണ്. ഇനി പരീക്ഷണങ്ങളാണ് വരുന്നത്, ബുദ്ധിമുട്ടുകളാണ് വരുന്നത്, രോഗമാണ് വരുന്നത്, മരണമാണ് വരുന്നത്, ആ സമയത്ത് നാം ക്ഷമിക്കുമ്പോൾ അതും നന്മയായി ഭവിക്കുകയാണ്. ഞാനൊരു ചെറിയ സംഭവം സഹോദരികളുടെ മുമ്പിൽ ഇട്ടുകൊണ്ട് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം നമ്മൾ ജൂൺ 2 സ്കൂൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ എല്ലാ വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറുന്നതിന് വേണ്ടി അതിന്റെ നടുക്ക് ഞാൻ ദുആഉൽ കർബ് എഴുതിയിട്ടുണ്ട്. ഇല്ലേ? കണ്ടോ? ദുആഉൽ കർബ് വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ടോ അപ്പുറത്ത് ആള്? ദുആഉൽ കർബ് ഉണ്ടോ അതില്? അതാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. വേറെ കുറെ എഴുതിയിട്ടുണ്ടല്ലോ, അത് വേണ്ട. അത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയത്. ദുആഉൽ കർബ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് എത്ര വട്ടം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും അത്രയും നിങ്ങൾ ചൊല്ലിയിട്ട് വരണം. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ മാസം തന്ന ദിക്റിന് 1,44,202 1,44,202 വട്ടം ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ ദുആഉൽ കർബ് എല്ലാ ആളുകളും അടുത്ത മാസം വരുമ്പോൾ ചൊല്ലി കാണാതെ പഠിച്ചിരിക്കണം. ഏത് അവസ്ഥയിലും വലിയ വിഷമം ബാധിക്കും. ഒരാൾക്ക് കടം കിട്ടുന്നില്ല, ഒരാൾ കടം ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞ് കൊടുക്കാൻ കിട്ടുന്നില്ല, ആ സമയത്ത് ദുആഉൽ കർബ് 100 വട്ടം ചൊല്ലുക. അപ്പോഴുണ്ടാവും നമുക്ക് ഒരാൾ കടം ഇന്നാൾക്ക് കൊടുക്കാനുള്ള പൈസ അല്ലേ, ഇതാ ഞാൻ തരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് തന്നാ മതി എന്ന് പറഞ്ഞു തരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണിന് പ്രസവ വേദന എടുക്കുന്നുണ്ട്, പ്രസവ വേദന ഉണ്ടാകുന്നതല്ലാതെ അത് കൂടുന്നില്ല, പ്രസവിക്കാൻ അടുത്താകുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദുആഉൽ കർബ് ചൊല്ലിയാൽ അത് പ്രത്യേകമായി സുഖപ്രസവത്തിന് പറഞ്ഞിട്ടുള്ള ദിക്റാണ് കിതാബുകളിൽ. ഈ ദുആഉൽ കർബ് അത് ഇൻഷാ അല്ലാഹ് ധാരാളമായി ചൊല്ലുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കയ്യിലേക്ക് തന്നിട്ടുള്ളത്. അത് കാണാതെ പഠിക്കാനും കൂടി അതിലൂടെ നിങ്ങൾക്ക് പറ്റുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം എന്ന് പറയുന്ന ആ നടുക്ക് കൊടുത്തിട്ടുള്ള ആ ദിക്റാണ് നമ്മൾ ദുആഉൽ കർബ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ താഴെ അറബി ശരിക്കും വായിക്കാൻ കഴിയാത്തവരെ, ശരിക്കും വായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വായിക്കാൻ അറിയുന്നവരാണ് എല്ലാവരും. ഇനി അറിയുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. അതിന്റെ താഴെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ആരോടും വായിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അതൊക്കെ നൽകിയിട്ടുള്ളത്. ഞാൻ നീട്ടുന്നില്ല, സമയം ഒരുപാട് ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാൻ പോവുകയാണ്. അതിനോടനുബന്ധിച്ച് ഒരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരു മഹദി ബഹുമാനപ്പെട്ട അബൂ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹയുടെ ഭാര്യ ഉമ്മു സുലൈം, നാം ധാരാളം കേട്ടതായതുകൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല. ഈ വിഷയവുമായി നല്ല യോജിക്കുമെന്ന് തോന്നുന്നത് കൊണ്ട് അത് പറയാതെ പോയാൽ ഇന്നത്തെ വിഷയത്തിൽ ഇന്നത് പറയായിരുന്നല്ലോ നിങ്ങൾക്ക് തന്നെ തോന്നും. കാരണം എല്ലാ ഭാഗങ്ങളും കേൾക്കുന്നതാണ്. ആ സംഭവം എന്താ ഈ വിഷയത്തിൽ അത് പറയാത്തത് എന്ന് ചിന്തിക്കണ്ട. ബഹുമാനപ്പെട്ട മുസ്ലിം ഇമാം, ബുഖാരി ഇമാം റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ്, ഒരു കടലാസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ വായിച്ചുതരാം. കുട്ടിൻ്റെ കൊടുക്കുക. ആ കടലാസിൽ നിന്ന് ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചുതരാം. ബഹുമാനപ്പെട്ട ബുഖാരി മുസ്ലിം ഇമാം റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ്, മാത്ത ഇബ്നുൽ അബീ തൽഹത്ത മിൻ ഉമ്മി സുലൈം. ബഹുമാനപ്പെട്ട അബൂ തൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു മകനുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പയാണ്.
അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഖിദ്മത്ത് ചെയ്ത 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണിത്. ആ അനസിന് ചെറിയൊരു അനുജനുണ്ടായിരുന്നു, ചെറിയൊരു അനുജൻ, കുഞ്ഞ്. ആ കുഞ്ഞിക്ക് പനി പിടിച്ചു. അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹു എന്തോ ഒരു ആവശ്യത്തിന് പുറത്തുപോയി, യുദ്ധത്തിന് പോയതാണ് എന്നും ചരിത്രത്തിൽ കാണാം. അങ്ങനെ പോയപ്പോൾ വീട്ടില് കുട്ടിയെ നോക്കുകയാണ് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. ഉമ്മു സുലൈം, എല്ലാവരും പേര് ഓർമ്മിക്കുക, ഉമ്മു സുലൈം. ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു തആല അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. മഹദി ആ കുട്ടിയെ നോക്കുകയാണ്. അങ്ങനെ രോഗം മൂർച്ഛിച്ചു. സുബ്ഹാനല്ലാഹ്, ഇന്നാലില്ലാഹി, അൽഹംദുലില്ലാഹ്. ആ കുട്ടി മരിച്ചു. എല്ലാവർക്കും വിഷമായി. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രസംഗിക്കുകയല്ലേ, കുട്ടി മരിച്ചാൽ വിഷമം ഉണ്ടാകുന്നത് സംഭവം തന്നെയാണ്. റസൂലുള്ളാഹിന്റെ കണ്ണിന്ന് വരെ കണ്ണുനീര് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ആഖിറത്തിൽ കൂലിയുണ്ട് എന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് അതിൽ ക്ഷമിച്ച് ആ ഉമ്മ പറയുകയാണ് തന്റെ വീട്ടുകാരോട്. എന്താണ് പറയുന്നത്? ലാ തുഹദ്ദിസു അബാ തൽഹ, അബൂ തൽഹയോട് നിങ്ങൾ പറയരുത്, ബിബിനിഹി, അദ്ദേഹത്തിന്റെ മകൻ മരിച്ച കാര്യം നിങ്ങൾ പറയരുത്. ഹത്താ അകൂന അന ഉഹദ്ദിസുഹു, അയാൾ വന്നാൽ ഞാൻ തന്നെ അയാളോട് പറയും. അതുവരെ നിങ്ങളാരും ഈ വിഷയം മുണ്ടിപ്പോകരുത്. ഒരു ഉമ്മയുടെ ആത്മസ്ഥൈര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഈമാനിന്റെ വലിയ ആഴമാണ് കാണിക്കുന്നത്. ഈമാനുള്ള ഉമ്മമാർ ഈമാനിന്റെ 6ാമത്തെ കാര്യമായ ഖദർ കൊണ്ടുള്ള വിശ്വാസം, ഏതൊരു കാര്യവും അല്ലാഹു കണക്കാക്കിയതാണെന്നുള്ള ആ ചിന്ത അത് മനസ്സിലുണ്ടെങ്കിൽ ഈമാനുള്ള ഉമ്മക്ക് ക്ഷമിക്കാൻ കഴിയും. ആ ഉമ്മ പറയുന്നു, നിങ്ങൾ പറയല്ലേ. അങ്ങനെ രാത്രിയാകുമ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വന്നു. വീട്ടിൽ വിശേഷിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ സാധാരണ പോലെ സ്വീകരിച്ചു. എന്നിട്ട് ഭക്ഷണം കൊടുത്തു. മാത്രമല്ല സാധാരണയിൽ കവിഞ്ഞതായ രൂപത്തിൽ മഹദി സൗന്ദര്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. കുളിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ചമഞ്ഞൊരുങ്ങി ഭർത്താവിനെ അറയിലേക്ക് ക്ഷണിച്ചു. വസാബ മിൻഹാ, അവളുമായി ലൈംഗിക ബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ ഭർത്താവ് ഏർപ്പെടുകയും ചെയ്തു. അവസാനം എല്ലാം കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി എന്ന്, സന്തോഷമുണ്ടായി എന്ന് തോന്നിയപ്പോൾ ബഹുമാനപ്പെട്ട മഹദി ചോദിച്ചു, അല്ല ഭർത്താവേ, ഒരാള് നമ്മുടെ കയ്യിൽ ഒരു ആരിയത്ത് ഏൽപ്പിച്ചാൽ, അഥവാ ഒരു സാധനം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചാൽ അത് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതില്ലയോ? അതേ, കൊടുക്കണം. എന്നാൽ നമ്മുടെ പുന്നാര മകൻ അള്ളാഹു നമുക്ക് തന്ന വരദാനമാണ്, സൂക്ഷിക്കാൻ തന്നതാണ്. നമ്മോട് അള്ളാഹു ചോദിച്ചപ്പോ നമ്മളത് കൊടുക്കണ്ടേ? അബൂ തൽഹ ഞെട്ടിപ്പോയി. എന്താണ് മോളെ നീ പറയുന്നത്? അതേ അബൂ തൽഹ, നമ്മുടെ പുന്നാര മകൻ മരിച്ചു പോയിട്ടുണ്ട്. അബൂ തൽഹക്ക് ദേഷ്യം ഇരച്ചു കയറി. തറക്കത്തിനി ഹത്താ ഇദാ തലഖ്തു, ഞാൻ ഈ മുഷിപ്പിലായിട്ട് ശരീരം മുഴുവൻ ദുഷിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആകുന്നത് വരെ, നീ എന്നെ ഉപേക്ഷിച്ചല്ലോ, ഞാനാകെ നാറുന്നത് വരെ, അതാണ് ഇതിന്റെ അർത്ഥം. ഞാൻ നാറുന്നത് വരെ, ശരീരം കുളി നിർബന്ധമാകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് വരെ നീ ഇത് പറയാതെ നിന്നല്ലോ. നിന്റെയും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടേ നമ്മുടെ മകനെ മറമാടുന്നുള്ളൂ. നാളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഞാൻ പോകും. ഇങ്ങനെ മനസ്സ് വരയിച്ച കണ്ണിച്ചോരയില്ലാത്ത ഒരു പെണ്ണ് എനിക്ക് വേണ്ട എന്ന രൂപത്തിലാണ് അബൂ തൽഹ ചിന്തിക്കുന്നത്. അദ്ദേഹം അതാ രാവിലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി കാര്യം പറഞ്ഞപ്പോ നബി തങ്ങൾ ഒരു ചെറു പുഞ്ചിരിയോടെ ചോദിക്കുന്നു, അറസ്തുമുല്ലയില, രാത്രി നിങ്ങൾ അറ കൂടിയിട്ടുണ്ടോ? നിങ്ങൾ പുതിയാക്കളെ ആയിട്ടുണ്ടോ? ഞാൻ, അതെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ബാറക്കല്ലാഹു ഫീ ലൈലത്തിക്കുമാ, നിങ്ങളുടെ ഇന്നലത്തെ ആ രാത്രിയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു തആല അൻഹക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ക്ലാസ്സിൽ പോയി കിട്ടിയതിന്റെ പ്രചോദനം, മനസ്സിന്റെ ഈമാൻ നിങ്ങൾ നോക്ക്. മഹദി അവർകൾ ക്ഷമിക്കുകയാണ്. താൻ ക്ഷമിച്ചതിന്റെ പുറമെ ഭർത്താവിനെ വിഷമിപ്പിക്കാതെ, ഭർത്താവിന്റെ മുമ്പിൽ തലതല്ലി കരയാതെ, ഭർത്താവിനെയും മുഷിപ്പിലാക്കാതെ ഭർത്താവിന് ക്ഷമിക്കാനുള്ള പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഉമ്മ. ആ ഉമ്മക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ ഉണ്ട് കേട്ടോ. ക്ഷമിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ട്, റസൂലിന്റെ സഹായമുണ്ട്. ഇതാ നബി തങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ ആ ദുആയിലൂടെ അവർക്ക് ജനിച്ച കുട്ടികൾ എത്രയാണ്. അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട മഹദിക്കഥ ഒരു കുട്ടി ജനിക്കുകയാണ്. ഒരു യാത്രാവേളയിൽ മഹദി അവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രാ സംഘത്തിൽ വരുമ്പോഴാണ് ആ ഗർഭിണിയായ മഹദിക്ക് പ്രസവ വേദന ഉണ്ടാകുന്നത്. വഴിയിൽ വെച്ച് പ്രസവിക്കാൻ അടുത്തായപ്പോൾ മഹദി അവർകൾ ദുആ ചെയ്തു റബ്ബിനോട്, റബ്ബേ ഞാനിവിടെ പ്രസവിക്കാൻ നിന്നാൽ എന്റെ ഭർത്താവായ അബൂ തൽഹക്ക് വിഷമമാകും. കാരണം നബി തങ്ങൾ പോകുമ്പോൾ കൂടെ പോവുക, തിരിച്ചു വരുമ്പോൾ കൂടെ തിരിച്ചു വരിക. ഇത് ആഗ്രഹിക്കുന്ന നബിയുടെ മുഹിബ്ബാൻ എന്റെ ഭർത്താവെങ്കിൽ ആ ഭർത്താവിന് വേണ്ടി റബ്ബേ എന്റെ ഈ വേദന തൽക്കാലം നീ നിർത്തിക്കളയണേ റബ്ബേ. അങ്ങനെ അവളുടെ വേദന മാറി. ഭർത്താവെ എന്റെ വേദന ഇപ്പൊ കിട്ടുന്നില്ല എന്ന് വിളിച്ചു പറയുന്നതായ വാക്ക് ഹദീസിലുണ്ട്. അങ്ങനെ നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് മദീനയിൽ വെച്ച് ആ മഹദി വീണ്ടും പ്രസവിക്കുകയാണ്. ആ കുട്ടിക്ക് പിന്നീട് 7 മക്കള്, 7 മക്കള് ജനിക്കുകയാണ്. ഈ കുട്ടിക്ക് പിന്നീട് 7 കുട്ടികൾ. ആ 7 കുട്ടികളും ഖറഉൽ ഖുർആൻ ഹാഫിളീങ്ങളായി മാറി, ഖുർആൻ മനഃപ്പാഠമാക്കിയ 7 പണ്ഡിതന്മാരായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ഈ കുട്ടിയുടെ മക്കൾ പിന്നീട് 7 ഔലിയാക്കളായി, 7 ഖുർആനികളായി, 7 പണ്ഡിതന്മാരായി മാറി എന്ന് കിതാബിൽ കാണുന്നു, ഹദീസിന്റെ ഗ്രന്ഥത്തിൽ. അപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നമുക്ക് നിഅമത്താണ്. നമുക്ക് ഒന്നെടുത്തിട്ട് അതിന്റെ പകരം കുറെ തരികയാണ്, ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ. ഇതാണ് അള്ളാഹു നമ്മെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം. അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് ഇത്യാദി ചിന്തകളെ കൊണ്ട് മനസ്സിനെ സാന്ത്വനപ്പെടുത്തുകയും അത് മാത്രമല്ല മറ്റുള്ളതായ മുള്ളു തറക്കൽ മുതലുള്ള എല്ലാ വിഷമങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്നതാണെന്നുള്ള ചിന്തയിലേക്ക് എത്തിപ്പെടുന്നതിനും സഹായകമാകണം എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ.